ലോകത്തിലെ ഫുട്ബോളിനെ പൂർണ്ണമായും ഇസ്ലാമികത വിഴുങ്ങും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരു കാലത്ത് റഷ്യയും ഇംഗ്ലണ്ടും സ്പെയിനും ഒക്കെ ആയിരുന്നു ഈറ്റില്ലമെങ്കിൽ ഇപ്പോൾ സൗദി അറേബ്യയും ഖത്തറും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ ഫുട്ബോളുകൾക്ക് ഫണ്ട് ഇറക്കുന്നത്. അറബ് രാജ്യങ്ങളാണ്. എണ്ണപ്പണം കൊണ്ട് ലോകത്തിലെ ഫുട്ബോളിനെ പൂർണ്ണമായി അവർ കൈയടക്കിയിരിക്കുന്നു. ഫുട്ബോൾ ഇസ്ലാമികവൽക്കരിക്കുന്ന കാലം വിദൂരമല്ല എന്ന് പറഞ്ഞ് അവസാനിക്കും. എൻ്റെ സംഘിക്കുട്ട, ഈ ഫുട്ബോളൊക്കെ ലോക ഫുട്ബോളൊക്കെ എന്നോ ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടു. വിദൂരമല്ല എന്നല്ല, അതൊക്കെ പെട്ട് കഴിഞ്ഞു. പതിറ്റാണ്ടുകളായിട്ടൊക്കെ ഇതൊക്കെ എന്ന് കഴിഞ്ഞത്? അതൊക്കെ എപ്പോഴാണോ ഇജ്ജി അറിയണത്? ഈ ജനം ടി വിയിൽ വന്ന് ഇങ്ങനത്തെ സംഘിക്കുട്ടന്മാർ സംസാരിക്കുമ്പം എനിക്ക് തോന്നുന്നൊരു കാര്യമുണ്ട്. അത് ഉദാഹരണം പറഞ്ഞുതരാം. അതായത് റോഡ് സൈഡിലെ ചെത്തല പട്ടികളുണ്ടല്ലോ, അതിൽ റോഡ് സൈഡിൽ എവിടെയെങ്കിലും അപ്പിയിട്ട് മൂത്രവെച്ചങ്ങ് പോലെ. അതുകൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ല. പക്ഷെ ഇട്ട പട്ടിക്ക് ഒരു സമാധാനം കിട്ടില്ല. അപ്പി പോയല്ലോ, അല്ലെങ്കിൽ തൻ്റെ ഉള്ളിലുള്ള ആ അപ്പിയും മൂത്രമൊക്കെ പോയാലോ ഒരു സമാധാനം കിട്ടും. ആ പട്ടികയാണ് എനിക്ക് ഇവനെ തോന്നിയത്. ഇവൻ ഇട്ട ഒരു അപ്പിയാണിത്. ഈ ചാനലിൽ വന്നിട്ട് ഇവന്മാർ ഇങ്ങനത്തെ അപ്പിയും മൂത്രവും ഇടും. പിന്നെ ഇതുകൊണ്ട് ആർക്കുള്ള ഒരു ഗുണം ആർക്കാ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അതായത് ആ റോഡിൽ കൂടെ പോണ ആൾക്കാർക്കോ അല്ലെങ്കിൽ ഇത് കണ്ടുപോയ ആൾക്കാർക്കോ ആർക്കും ഒരു ഉപകാരം ഇതിനോണ്ടില്ല. പക്ഷെ ഇതിനോടൊരു ഉപകാര ടീമുണ്ട്. മറ്റ പട്ടികൾ, വേറെ പട്ടികൾ വന്ന് ഇതേ സ്ഥാനത്ത് ഇതേ മണം കിട്ടുമ്പോഴാണ് ഈ പട്ടികൾ വീണ്ടും വന്ന് അവിടെ മൂത്രം വെച്ചിട്ട് അപ്പിട്ടും പോരും. അതായത് ഇവൻ്റെ ഈ ചാനൽ ഇത് കണ്ടിട്ട് സത്യമാണ്, ഇസ്ലാമികവൽക്കരിക്കപ്പെട്ടിട്ടുണ്ട് ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും സമാധാനപ്പെടുന്ന ഒരു കൂട്ടം ഈ പട്ടികളുണ്ടല്ലോ. ഈ രണ്ട് കൂട്ടർക്ക് മാത്രമേ ഈ ചാനൽ കൊണ്ടും ഈ ചാനലിൽ വരുന്ന ന്യൂസ് കൊണ്ടും ഒരു ഉപകാരമുള്ളൂ. ഞാൻ ഈ പറഞ്ഞ രണ്ട് തരത്തിലുള്ള ഈ ചെത്തല പട്ടികൾക്ക്. അല്ലാത്ത ഒരാൾക്കും ഒരു ഉപകാരമില്ല. ഇങ്ങനെ ഇവിടെ കിടന്നിട്ട് ഇമ്മാതിരി വർത്താനം പറയാനല്ലാണ്ട് ആർക്കെങ്കിലും, ഈവൻ സംഘികൾക്കെങ്കിലും ഉപകരിക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു നല്ല വാക്ക് പറഞ്ഞു കൊടുത്തു ഞങ്ങൾക്കൊന്ന്. ഈ ചാനലിൽ ഏത് നേരം ഈ വർത്താനം, ഈ ചെറ്റ വർത്താനം അല്ലാണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് നാട്ടിൽ നടക്കുന്നു, ഇന്ത്യയിൽ നടക്കുന്നു, പോട്ടെ ലോകത്ത് നടക്കുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ ലോക ഫുട്ബോളിൽ ഇസ്ലാമികവൽക്കരണം എന്തൊക്കെയാ? നീയൊക്കെ ചാണം തിന്നുന്ന നേരം കൊണ്ട് കുറച്ച് ചോറ് തിന്ന് നോക്കുക. അപ്പോൾ കുറച്ചൊക്കെ ഒരു ബോധം വരും തലക്ക്. അതല്ലെങ്കിൽ ഈ പട്ടിട്ട് അപ്പി പോലെ എങ്ങനെ ജീവിച്ച് ചത്തങ്ങോട്ട് മലയ്ക്കും. വേറെ ഒന്നും ഗുണം വരാൻ പോകുന്നില്ല. അതായത് ഇസ്ലാമിക രാജ്യങ്ങൾ എന്താ ചെയ്യുന്നതെന്നോ പറഞ്ഞത്, അതായത് എണ്ണ വിറ്റിട്ട് ഫുട്ബോളിൽ പൈസ ഇറക്കും. അതേടാ, എണ്ണ വിറ്റ് ഫുട്ബോളിൽ പൈസ ഇറക്കും. നല്ല ടീമിനുണ്ടാക്കും, നല്ല കോച്ച് കൊണ്ടുവരും, നല്ല സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കും, നല്ല കോച്ചിങ് കൊടുക്കും, വലിയ മത്സരങ്ങളിൽ പങ്കെടുക്കും, അതിന് വേണ്ട ഫണ്ട് കൊടുക്കും, പൈസ കൊടുക്കും. അതല്ലാണ്ട് ഉള്ള പൈസ എല്ലാം കൂടെ അമ്പലം പൊണിത് അല്ലെങ്കിൽ പണിത അമ്പലം വീണ്ടും പോയിട്ട് അതിൻ്റെ കോണകം വരെ അടിച്ചു മാറ്റും. എവിടെ? ഇപ്പോൾ അയോധ്യയിലും മധുരയിലും ഒക്കെ കണ്ട പോലെ ഈ അടിച്ചു മാറ്റിയ കോണകം അടക്കെടുത്തിട്ട് അപ്പുറത്ത് പോയിട്ട് വീണ്ടും പള്ളി വിളിക്കും, അമ്പലം ഉണ്ടാക്കും. പിന്നെ കുറേ MP-മാരെയും MLA-മാരെയും വിലക്കെടുക്കും. ഇതല്ലാണ്ട് നീയൊക്കെ എന്തിനാടാ പൈസ ചിലവാക്കിയിട്ടുള്ളത്? ഈ പറഞ്ഞ ഇസ്ലാമിക രാജ്യങ്ങളിൽ ചിലവാക്കുന്നതിനേക്കാൾ തോന്നെ നീയൊക്കെ അമ്പലം പണിയാൻ ഇവിടെ പൈസ ചിലവാക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ച് പൈസ എടുത്തിട്ടേ, അല്ലെങ്കിൽ MP-മാരെയും MLA-മാരെയും പിടിക്കാൻ വേണ്ടി നിങ്ങൾ പൈസ എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ പ്രധാന ടൂറ് പോകാൻ കോടികൾ എടുക്കുന്നുണ്ട്. അതിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് പൈസ എടുത്തിട്ട് ഈ പറഞ്ഞ ഫുട്ബോൾ ടീമിന് വേണ്ടിയിട്ട് ചിലവാക്കുക. നല്ല ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുക, നല്ല കോച്ചുമാരെ കൊണ്ടുവരിക, നല്ല പരിശീലനം കൊടുക്കുക, നല്ല ആൾക്കാരെ കണ്ടെത്തി പോഷകാഹാരം കൊടുത്തിട്ട് അവരെ ട്രെയിൻ ചെയ്തെടുപ്പിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ടീം ഉണ്ടാവും. അതല്ലാണ്ട് ഇപ്പോൾ ആകെയുള്ളൊരു ഗുണാകുമ്പോൾ ടീമുണ്ട് നമുക്ക്, അല്ലേ? ആകെ നമുക്ക് 130, 140 റാങ്കുള്ള ഒരു ടീം നമുക്കുണ്ട്. ആ ടീമിൻ്റെ പേര് മാറ്റിയിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ മാറ്റിയിട്ട് ഓൾ ഇന്ത്യ ഭാരത് ഫെഡറേഷൻ അല്ലെങ്കിൽ ഭാരത് ഫുട്ബോൾ ഫെഡറേഷൻ. ഇതൊക്കെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾ. ഇന്ത്യ മാറ്റി അവിടെ ഭാരതം കയറ്റണം, അവിടെ ഭാരത അമ്പനെ കയറ്റണം. അതല്ലെങ്കിൽ പിന്നെ പുതിയത് വേറൊന്ന് വന്നിട്ടുണ്ട്. ഇനി മുതൽ നമ്മുടെ ഫുട്ബോളിൻ്റെ സ്റ്റാർട്ടിങ്, അതായത് മാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇനി മുതൽ നമ്മുടെ ദേശീയ ഗാനം മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ജനഗണമനയുടെ കൂട്ടത്തിൽ ഇനി മുതൽ വന്ദേ മാതരം കൂടെ ആലപിക്കണം. ഇതൊക്കെയല്ലേ നിന്നെക്കൊണ്ട് പറ്റുള്ളൂ. അപ്പം നീയൊക്കെ അവിടെ കുത്തിയിരുന്ന് എത്ര അപ്പിട്ട് കഴിഞ്ഞാൽ അത് മണക്കുന്ന സംഖ്യയ്ക്ക് ഒരു സുഖം കിട്ടുന്നല്ലാണ്ട് രാജ്യത്തിന് ഗുണമുള്ള അല്ലെങ്കിൽ ഫുട്ബോൾ ടീമിന് ഗുണമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നോക്കുക. നല്ല പൈസ എല്ലാം കൂടെ ഈ പറഞ്ഞ മന്ത്രിമാരുടെ പോക്കറ്റ് വീർപ്പിക്കാനും, മന്ത്രിമാർക്ക് MP-മാരെ കടം വാങ്ങിക്കാനും, MLA-മാരെ കടം വാങ്ങിക്കാനും, അമ്പലം പണിയാനും, പള്ളി പൊളിക്കാനും അല്ലാണ്ട് എന്തൊക്കെ കാര്യങ്ങൾ ലോകത്ത് ചെയ്യാനുണ്ട്. ഇനി ഇതൊന്നും അല്ല, നീ ആദ്യം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്നലെ ഇന്നൊന്നും അല്ല ഇസ്ലാമിക രാജ്യങ്ങൾ ഫുട്ബോൾ കളിക്കാൻ തുടങ്ങിയത്. ഈ ഫുട്ബോൾ പോട്ടെ, അല്ലെങ്കിൽ ഇപ്പം കിട്ടിയ എണ്ണ വിറ്റ പൈസ കൊണ്ട് ഉണ്ടാക്കിയതല്ല. ഈ ലോക രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ലോക ഫുട്ബോളിൽ 1934 മുതൽ കളിക്കുന്നുണ്ടാ ഈ പറഞ്ഞ ഇസ്ലാമിക രാജ്യങ്ങളൊക്കെ. അന്ന് പല കോളനികളായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പോലും ഈ പറഞ്ഞ രാജ്യങ്ങൾ കളിക്കുന്നുണ്ട്. ഞാൻ നിനക്ക് ചെറിയൊരു കണക്ക് തരാം. കാരണം നീ ഏതായാലും സംഖ്യകൾക്ക് ഈ മണ്ടത്തരും വിഡ്ഢിത്തരും ഈ പറഞ്ഞ ചെറ്റത്തരും പറഞ്ഞു കൊടുക്കാനിടയ്ക്ക് ഇത് കാണുന്ന ഏതെങ്കിലും സംഖ്യകളുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ചരിത്രങ്ങൾ പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് പറയണേ, ലോകകപ്പിൽ ഏറ്റവും ആദ്യം പങ്കെടുത്ത രാജ്യം ഏതാണോ? ഈജിപ്താണ്. അത് ഏത് വർഷമാണ്? 1934 ഇറ്റലിയിൽ വെച്ച് നടന്നിട്ടുള്ള ആദ്യ ഫുട്ബോൾ ഇതിൽ ഈജിപ്താണ് പങ്കെടുക്കുന്നത്. അതൊരു എന്താ പറയുക, ആഫ്രോ അറബിക് കൺട്രി ആയിട്ടാണ് ഈജിപ്റ്റ് അന്ന് അതിലോട്ട് പങ്കെടുക്കുന്നത്. അന്ന് നമുക്ക് സ്വാതന്ത്ര്യം പോലും കിട്ടിയിട്ടില്ല. അതവിടെ നിൽക്കട്ടെ, അതൊന്നല്ല നമ്മുടെ വിഷയം. അത് കഴിഞ്ഞിട്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ, ഇപ്പോഴത്തെ ഇന്തോനേഷ്യ, അന്നത്തെ ഡച്ച് ആയിരുന്നു അവിടെ കോളനി വൽക്കരിക്കപ്പെട്ട് വെച്ചിരിക്കുന്നത്. അന്നത്തെ ഇന്തോനേഷ്യ 1938 ഫ്രാൻസിൽ
ഫുട്ബോളിൽ പങ്കെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ട്യൂണീഷ്യ 1978 അർജൻറ്റീന അതിൽ പിന്നെ പങ്കെടുക്കുന്ന ഒരു രാജ്യം ട്യൂണീഷ്യയാണ്. ലോകകപ്പിൽ ഒരു മത്സരം ജയിക്കുന്ന, അതായത് മെക്സിക്കോക്കെതിരെ 3-1 ആദ്യമായിട്ട് ജയിക്കുന്ന ഒരു അറബിക് കൺട്രി ചരിത്രം ട്യൂണീഷ്യക്കാളുള്ളത് 1978. അന്നൊക്കെ നിന്നെ ഉണ്ടാക്കണമെന്ന് തന്നെ അപ്പം പോലും വിചാരിച്ചിട്ടില്ല. അന്നത്തെ കാലത്താണ് ഇസ്ലാമിക് രാജ്യങ്ങൾ ഇവിടെ പോയി കളിച്ചിട്ടുള്ളത്. ഇനി അത് കഴിഞ്ഞിട്ട് മൊറോക്കോ 1970, 1986, 2002, അത് 2002 ഉണ്ടാകും. ഈ സമയങ്ങളിലൊക്കെ ഈ പറഞ്ഞ രാജ്യങ്ങളൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇനി അറബിക് രാജ്യങ്ങൾ, ഇറാൻ, ഇറാഖ്, സൗദി ഒക്കെ ഉള്ള നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രാജ്യങ്ങൾ അല്ലേ നിൻ്റെയൊക്കെ ചിന്തയിൽ. ഇനി ഇറാൻ ആദ്യമായിട്ട് 1978 അർജൻറ്റീന വേൾഡ് കപ്പിലാണ് പങ്കെടുക്കുന്നത്. ഇനി അതും കഴിഞ്ഞിട്ട് ഇറാഖ് 1986 മെക്സിക്കോ വേൾഡ് കപ്പിൽ ഇറാഖ് പങ്കെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സൗദി അറേബ്യ ആദ്യം പങ്കെടുക്കുന്നത് 1994 USA എന്താ പറയുക പങ്കെടുക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരുപാട് രാജ്യങ്ങൾ വീണ്ടും റിപ്പീറ്റഡ്ലി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഇസ്ലാമിക് രാജ്യങ്ങൾ അന്നത്തെ കാലം മുതൽ വേൾഡ് കപ്പിലും അതല്ലെങ്കിൽ വലിയ വലിയ കപ്പുകളിലും വലിയ വലിയ ലീഗുകളിലും ഒക്കെ പങ്കെടുക്കുന്നുണ്ട്. ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് ഇസ്ലാമിക് രാജ്യങ്ങൾ വലിയ വലിയ ടീം, അതായത് എണ്ണ വിറ്റ പൈസ കൊണ്ട് വലിയ വലിയ ടീം സ്വന്തം കരസ്ഥമാക്കിയിട്ട് അവിടെ കളിക്കുന്നുണ്ട്. വലിയ വലിയ താരങ്ങളെ, ഇപ്പം റൊണാൾഡോനെ പോലത്തെ താരങ്ങളെ കൊണ്ടുപോയിട്ട് ഈ അൽനാസർ ക്ലബ്ബിൽ കളിപ്പിച്ച് അവരങ്ങനെയും കളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ കളിപ്പിക്കുക ചെയ്യുന്നത് എന്ത്? ഫുട്ബോൾ. അല്ല നിന്നെ പോലത്തെ ഇവിടെ വന്നിട്ട് പച്ച വിഷം നിൻ്റെയൊക്കെ വായിക്കൂടെ പറഞ്ഞു വെച്ചിട്ട് അവിടെയും ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ചെറ്റവർത്താനമല്ല പറയുന്നത്. ഇവിടെ ഫുട്ബോളൊക്കെ ഒരു ആളുകൾ, ഒരു സൊസൈറ്റി കംപ്ലീറ്റ്ലി ഏറ്റെടുത്ത് ഒരു മതം പോലും കാണാണ്ട് കളിക്കുന്ന കളികളാണ് ഫുട്ബോൾ. അവിടെയൊക്കെ നീയൊക്കെ എന്തിനാട്ട സംഘ തീവ്രവാദികൾ എമ്മാതിരി സാധനങ്ങൾ കുത്തിക്കയറ്റുന്നത്? നിനക്ക് എന്ത് സുഖമാണ് കിട്ടുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചെത്തലപ്പെട്ടി തൂറിയ സുഖമാണ് നിനക്കെങ്കിൽ അത് ഓക്കെ, അത് ഞാൻ സമ്മതിച്ചു. അത് കിട്ടുന്ന മണം കിട്ടിയിട്ട് അതിൽ വിജൃംഭിച്ച് അല്ലെങ്കിൽ പുളകം കൊണ്ട് ജീവിക്കുന്ന സംഘികളുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നിങ്ങളൊക്കെ പെടുത്താനേ പറ്റുള്ളൂ. ആദ്യം ലോകത്ത് നടക്കുന്ന, രാജ്യത്ത് നടക്കുന്ന ആർക്കെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങളെപ്പറ്റി സംസാരിക്കും. ഇമ്മാതിരി തേർഡ് റേറ്റ് ചെറ്റ വർത്താനം വന്നിട്ട് ചാനലിൽ കുത്തിരുന്ന് പറയല്ല വേണ്ടത്. കഷ്ടം.